ഹായ് ആൾ ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം അഗ്രികൾച്ചർ മേഖലയിലുള്ള വിദ്യാർത്ഥികൾ ഏറെ കാത്തിരുന്ന അഗ്രികൾച്ചർ ഓഫീസറിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ഏതൊക്കെ എക്സാമിനേഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ വ്യത്യസ്തങ്ങളായുള്ള ഓരോരോ കോഴ്സുകളും ഓരോരോ എക്സാമിനേഷനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. മറ്റൊന്നുമല്ല, നമുക്കറിയാം ഈ വർഷം ആദ്യം തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഏതാണ്ട് 33,000-ഓളം തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വിടും എന്ന് അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു തസ്തികയുണ്ട്. അതൊരു സ്പെഷ്യലിസ്റ്റ് തസ്തികയാണ്. ഈ ഒരു തസ്തികയുടെ പ്രത്യേകത, ഇത് അഗ്രികൾച്ചർ മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നുള്ളതാണ്. ആ ഒരു പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ഗ്രേഡ് 3 എന്നുള്ളതാണ്. ഇത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലേക്കാണ്. അപ്പോൾ അവസാനം നടന്ന ഈ ഒരു പരീക്ഷയുടെ വിശദ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ പരീക്ഷ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്നും അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെയാണ് ഈ പരീക്ഷ യൂസ്ഫുൾ ആകുന്നതെന്നും നമുക്ക് അനാലിറ്റിക്കലി നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു പോസ്റ്റ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് ഗ്രേഡ് 3 ടെക്നിക്കൽ എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. അത് പ്രത്യേകിച്ചും സ്പെഷ്യലിസ്റ്റ് ഡിഗ്രിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ഇന്ത്യൻ സിറ്റിസൺസിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ, അതായത് പഴയ സ്കെയിൽ ഓഫ് പേ ആണ് 28,200 രൂപ മുതൽ 79,200 വരെ വരുന്ന ഒരു സ്കെയിൽ ഓഫ് പേ ആയിരുന്നു പഴയത് അന്ന് ആ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ. ഇപ്പൊ ഈ സ്കെയിൽ ഓഫ് പേ മാറിയിട്ടുണ്ട്. സാലറി സ്കെയിലും കൂടുതലാണ്. ഈ ഒരു സാലറി സ്കെയിൽ തന്നെ വളരെ ഹ്യൂജ് എമൗണ്ട് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഈ ഒരു പോസ്റ്റിലേക്ക് അന്ന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ കമ്മ്യൂണിറ്റിക്ക് 27 വയസ്സ് കവിയാൻ പാടില്ലായിരുന്നു. അതായത് 27 വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ പറ്റുകയുണ്ടായിരുന്നുള്ളൂ. ഇനിയും ഇതിന് ഏതൊക്കെ യോഗ്യത ഉള്ളവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത്, അതായത് ആർക്കൊക്കെയാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുന്നത് നോക്കാം. ആദ്യമായിട്ട് BSc അഗ്രികൾച്ചർ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതായത് BSc അഗ്രികൾച്ചർ ഉള്ള ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഇത് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മുടെ ഒരു വലിയ നമ്പർ ഓഫ് കുട്ടികൾ അഗ്രികൾച്ചർ എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുത്ത് എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിന് തത്തുല്യമായിട്ടുള്ള പോസ്റ്റുകളായിട്ട് BSc വിത്ത് എനി ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട് ഫ്രം ദ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു അഗ്രികൾച്ചർ കൂടാതെ ഇവിടെ ബോട്ടണിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും, സുവോളജിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ബയോടെക്നോളജിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ബയോ കെമിസ്ട്രിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും, മൈക്രോബയോളജിക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇനിയും ഫുഡ് സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. ഇനിയും ബിടെക് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. പക്ഷെ എല്ലാ ബിടെക്കുകാർക്കും അപേക്ഷിക്കാൻ പറ്റില്ല. ഇതിൽ ബിടെക് അല്ലെങ്കിൽ BE ഫുഡ് സയൻസിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഈ ബിടെക് അല്ലെങ്കിൽ BE ഡിഗ്രി നിങ്ങൾക്ക് ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും. ഇതേ ഡിഗ്രി തന്നെ നിങ്ങൾക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. ബയോടെക്നോളജി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ബിടെക്കോ BE ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ പറ്റും. ഇനിയും AICT അപ്രൂവൽ ചെയ്ത ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നിങ്ങൾക്ക് അഗ്രികൾച്ചർ റിലേറ്റഡോ നമ്മൾ ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷിക്കാൻ പറ്റും. ഇത് കൂടാതെ ആഡഡ് ആയിട്ട് ഒരു പോയിന്റ് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം. അത്യാവശ്യമായിട്ട് സ്കിൽഡിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. ഇന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ളൊരു കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ അറിയാം. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നൊരു യോഗ്യത കൂടി ഇവിടെ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ്, എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് ഓൺലൈൻ ബേസ്ഡ് ആണ്. ഇതിന്റെ ആപ്ലിക്കേഷനും എക്സാമും. അതിൽ തന്നെ ഓൺലൈൻ ടെസ്റ്റ് ആദ്യമായിട്ട് നടക്കുന്നു, അതിനുശേഷം സ്കിൽ ടെസ്റ്റ് നടത്തുന്നു, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തുന്നു. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങളെ നിയമിക്കുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും ഓൺലൈൻ ടെസ്റ്റിലേക്ക് പോകാം. ആത്യന്തികമായി നമുക്ക് വേണ്ടത് ഓൺലൈൻ ടെസ്റ്റ് ആണ്. ഇപ്പൊ ഈ ഓൺലൈൻ ടെസ്റ്റ് ഫേസ് 1 ഫേസ് 2 എന്നിങ്ങനെ 2 രീതി നടക്കുന്നുണ്ട്. അതിൽ ഫേസ് 1ന്റെ എക്സാമിനേഷനിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ ഫേസ് 1ൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഇവിടെ 25 ക്വസ്റ്റ്യനുകളും 25 മാർക്കുമാണ് ഈ ഒരു മേഖലയ്ക്കുള്ളത്. ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ 15 മിനിറ്റ് ആണ് നൽകുന്നത്. അതായത് ഇതിനെല്ലാം ഒരു സെക്ഷണൽ ടൈം ബൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് അതിന്റെ വിൻഡോ ഓപ്പൺ ആവും. പിന്നീട് നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിനായിട്ട് അവർ 15 മിനിറ്റേ തരികയുള്ളൂ. ഈ 15 മിനിറ്റ് കൊണ്ട് 25 ക്വസ്റ്റ്യനുകൾക്കകത്തുനിന്ന് ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ മാക്സിമം ഉത്തരം ചെയ്യാൻ ശ്രമിക്കണം. അടുത്തത് റീസണിങ് എബിലിറ്റി ആണ്. ഈ റീസണിങ് എബിലിറ്റിക്കും സെയിം വെയിറ്റേജ് ആണ്. 25 ക്വസ്റ്റ്യനും 25 മിനിറ്റും ഒപ്പം 15 മിനിറ്റുമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ചെയ്യാനായിട്ട് ഈ ഒരു ടോപ്പിക്കിനും നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു സെക്ഷണൽ കട്ട് ഓഫ് നിങ്ങൾ നേടിയിരിക്കണം. അതായത് ഓരോ വിഷയത്തിനും
നിങ്ങൾ എന്ത് ചെയ്യണം, മിനിമം ഒരു ക്വാളിഫയിങ് മാർക്ക് അറ്റൈൻ ചെയ്ത് പോയിരിക്കണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കടമ്പയാണ്. അടുത്തതായിട്ട് ന്യൂമറിക്കൽ എബിലിറ്റിയാണ്. നമ്മുടെ മാത്തമാറ്റിക്സ് റിലേറ്റഡ് ടോപ്പ് പ്രോബ്ലംസ് ആണ്. ഇവിടെ 25 മാർക്കാണ്. 25 ക്വസ്റ്റ്യനും 25 മാർക്കും 15 മിനിറ്റ് ആണ് എവിടെയും അനുവദിച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ ഏതാണ്ട് SSC പരീക്ഷയ്ക്കൊക്കെ സമാനമായി തന്നെയുള്ള കണ്ടന്റുകളാണ് വരുന്നത്. അടുത്തതും SSCക്ക് സമാനമായിട്ടുള്ള ഒരു GK ക്വസ്റ്റ്യനുകളാണ്. ഇവിടെ 25 ചോദ്യങ്ങളും 25 മാർക്കും 15 മിനിറ്റുമാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഈ GK പാർട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, ജനറൽ സയൻസ് എന്നീ ക്വസ്റ്റ്യനുകളും ഒപ്പം തന്നെ 5 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യനുകളുമാണ് ചോദിക്കുന്നതായിട്ട് ഇവർ പറയുന്നത്. അവസാനം നടന്ന പരീക്ഷയുടെ ഒരു രീതിയാണ് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ ഫേസ് 1 വന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഇനിയും ഫേസ് 2 എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫേസ് 2 എത്തുമ്പോൾ ഫേസ് 2 അഗ്രികൾച്ചർ, ബോട്ടണി, സുവോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇത്രയും മേഖലയിൽ നിന്നുള്ള വെയിറ്റേജ് ക്വസ്റ്റ്യനുകൾ ഫേസ് 2 ഉണ്ടാകും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഫേസ് 1, ഫേസ് 2 ഇത് രണ്ടും ഒരുമിച്ച് നിങ്ങൾ എഴുതിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, നിങ്ങൾക്ക് ഈ കടമ്പകൾ കടന്ന് ഈ ഒരു ജോലിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം അട്രാക്റ്റഡ് ആയിട്ടുള്ള സാലറി തന്നെ ലഭിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ്. പ്രത്യേകിച്ചും അഗ്രികൾച്ചർ എക്സാമിനേഷന് തയ്യാറെടുത്ത ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനായാസം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ കൂടിയാണ്. കൃത്യമായ ഒരു ഡെഡിക്കേഷനും ദിശാബോധവും ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ നമുക്ക് ഉടൻ തന്നെ ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ വരുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രവുമല്ല ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഈ നൽകിയിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവരും ഈ ഒരു എക്സാമിനേഷനായിട്ട് തയ്യാറെടുക്കുക. നിങ്ങളുടെ എഫേർട്സ് ഒന്നും വെറുതെ ആവില്ല. നമുക്കൊരു നല്ലൊരു സർക്കാർ ജോലി എന്ന ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റും. അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ധാരാളം എക്സാമുകളാണ് നിങ്ങളുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സർക്കാർ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.